ഏവർക്കും എൻ്റെ നമസ്കാരം. ഹാഫ് ഓഫ് ദ pomegranate at empty stomach early in the morning control half of the diseases. അരമാതള നാരങ്ങ അല്ലെങ്കിൽ അനാർ വെറും വയറ്റിൽ രാവിലെ കഴിച്ചാൽ പകുതി രോഗങ്ങളില്ലാതെയാക്കാം. ഞാൻ സജൻ ചെറിയാൻ. ഇതെൻ്റെ യൂട്യൂബിലുള്ള ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രധാന കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഞങ്ങൾ കുടുംബമായി അനാർ അല്ലെങ്കിൽ മാതള നാരങ്ങ ഉപയോഗിക്കുന്നവരാണ്. അതിലൂടെ എൻ്റെ ഭാരം 5 കിലോ കുറഞ്ഞു. അതായത് 75 കിലോ ഉണ്ടായിരുന്ന ഞാൻ ശരീരത്തിൽ നീരുവറ്റി 70 കിലോ ആയി. കൂടാതെ കുടവയർ കുറഞ്ഞു. അതിന് കാരണം ഇത് കഴിക്കുന്നതിലൂടെ മലശോധന ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നല്ല മലശോധന ഉണ്ടായാൽ തന്നെ പകുതി അസുഖങ്ങൾ ഇല്ലാതെയാകുന്നു. ദഹനം നല്ലതായി നടക്കുന്നതുകൊണ്ട് വിശപ്പ് സമയത്തിന് വീഴുന്നു. ആൻ ആപ്പിൾ എ ഡേ കീപ് ഡോക്ടർ അവേ എന്ന് എൻ്റെ അമ്മയ്യപ്പൻ മിസ്റ്റർ ബേബി മാത്യു പറയാറുണ്ടായിരുന്നത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഉപരിയിലാണ് മാതള നാരങ്ങയുടെ ഗുണം. ഇതിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് സത്ത് അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് ശരീരത്തെ സ്ട്രോങ്ങും ഉന്മേഷവും ഉളവാക്കുന്നു. അനാർ ഒരു ശീതള പഴവർഗ്ഗമായതിനാൽ മസ്തിഷ്കത്തെ തണുപ്പിക്കുന്നു. തണുപ്പ് കൂടുതൽ വേണ്ടാത്തവർക്ക് 4 ബദാം രാത്രിയിൽ വെള്ളത്തിലിട്ട് രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ പ്രഷർ ഇല്ലാത്തവർ 3-4 അണ്ടിപ്പരിപ്പ് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ആപ്പിൾ വിഷം ചേരാത്തത് ആഹാരങ്ങൾക്ക് ശേഷവും ഓമയ്ക്ക രാത്രിയിൽ ആഹാരത്തിന് ശേഷവും കഴിച്ചാൽ സമീകൃത ആഹാരത്തിലൂടെ ഒരു മനുഷ്യന് ആരോഗ്യവാനായിരിക്കുവാൻ സാധിക്കും. അതായത് ഇത് മേക്ക് മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. എൻ്റെ അഭിപ്രായത്തിൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതിനാൽ ഒരു പരിധിവരെ ക്യാൻസറിനെ പോലും ചെറുത്തു നിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ബ്ലഡ് പ്രഷർ, ഷുഗർ, ഹാർട്ട് അറ്റാക്ക്, ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇതിന് ചെറുത്തു നിൽക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും. ഫ്രൂട്ട്സിൽ അനാർ മാത്രം വിഷം ചേർക്കുവാൻ സാധിക്കില്ലല്ലോ. കാരണം അതിൻ്റെ പുറംതൊലിയിൽ വിഷം മുക്കിയാലും തൊലി പൊളിച്ചല്ലോ നമ്മൾ അനാർ അരികൾ കഴിക്കുന്നത്. പ്രധാനമായി ആഹാരപദാർത്ഥങ്ങളിൽ വിഷം ചേർക്കുന്നവർക്ക് തക്കതായ കൂടിയ ശിക്ഷ തന്നെ സർക്കാർ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. സർക്കാർ നമ്മളാണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോഴത് ഫാർ ദ പീപ്പിളായി. ജനങ്ങളിൽ നിന്നും അകലുന്നു. ബൈ ദ പീപ്പിളായി. BUY ജനങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കുന്നു. ആൻഡ് ഓഫ് ദ പീപ്പിൾ, OFF ഓഫ് ദ പീപ്പിൾ എന്നാണ് നാം കാണുന്നത്. ഫാർ ദ പീപ്പിൾ എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്നും അകലുന്നു. ഓഫ് ദ പീപ്പിൾ എന്ന് വെച്ചാൽ ജനങ്ങളുടെ അറിവില്ലാതെ. ബൈ ദ പീപ്പിൾ എന്ന് വെച്ചാൽ ജനങ്ങളെ വിലയ്ക്ക് മേടിച്ച് ആണല്ലോ ജനാധിപത്യം സ്ഥാപിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന മരുന്നും എക്സസൈസും, ഉദാഹരണത്തിന് വാക്കിംഗ് ആണെങ്കിൽ അത് നിർത്താതെ തന്നെ അനാർ ഉപയോഗത്തിലൂടെ ഇവയെല്ലാം സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും. മരുന്നിൻ്റെ
ഉപയോഗം ക്രമേണ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ആരോഗ്യത്തോടും സമ്പൽ സമൃദ്ധിയോടും ഇരിക്കുവാനായി ഞാൻ ആദ്യമായിട്ട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രയോജനപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുവാൻ മറക്കരുത് എന്ന അപേക്ഷയോടുകൂടി നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.